ഹായ് കൂട്ടുകാരെ, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെയാണെങ്കിൽ രേവതി കിച്ചണിൽ കയറിയിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ളവരാരും എഴുന്നേറ്റിട്ട് കൂടിയില്ല. അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, നിനക്ക് മാത്രമേ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളോ? നീ ഇവിടെ വേറെ ആരും കിച്ചണിൽ കയറുന്നേയില്ല. നീ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് എല്ലാവരും നിന്നിപ്പോൾ ഒരു വേലക്കാരിയായി തന്നെ കാണുന്നത്. അതല്ല, നിനക്ക് രാവിലെ മാർക്കറ്റിൽ പോയി പൂ മേടിക്കണമെന്ന് പറഞ്ഞില്ലേ? ബാ, നമുക്ക് പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. സച്ചിയേട്ടാ, അതൊക്കെ ഞാൻ നേരത്തെ തന്നെ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ, അതൊക്കെ ഞാൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. എനിക്കതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇനിയിപ്പോൾ നിനക്ക് പൂ കെട്ടേണ്ടതല്ലേ, അതൊക്കെ ഞാൻ ചെയ്തോളാം. പൂ കെട്ടണം, അത് കഴിഞ്ഞിട്ട് അതൊക്കെ കൊണ്ട് ഡെലിവറി ചെയ്യണം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി, നീ ഇതെല്ലാം കൂടി ഓവർലോഡാണ്. ഇനി പൂ കെട്ടുക എന്നുള്ളതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ബിസിനസ്. അപ്പോൾ നീ അതിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അടുക്കളപ്പണിയൊക്കെ ബാക്കിയുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നേ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്ക് ഞാൻ വീട്ടിലാണെങ്കിലും ഇങ്ങനെ തന്നെയല്ലായിരുന്നു. ഞാൻ നേരം വെളുത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുമ്പോഴേ സച്ചി പറയുന്നുണ്ട്, അതെ മതി രേവതി, ഇത് ഞാൻ കേട്ട് മടുത്തു. അപ്പോൾ നീ വീട്ടിലായിരുന്നപ്പോൾ അവിടെ വേറെ ആരും ഇല്ലായിരുന്നു, അമ്മയ്ക്കും ഒക്കെ ഹെൽപ്പ് ചെയ്തു. എന്നാൽ ഇവിടെ ബാക്കിയുള്ള മരുമക്കളും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും കൂടി ചെയ്യുമ്പോൾ അത് നിനക്ക് എളുപ്പമല്ലേ രേവതി? നീ ഇങ്ങനെ വഴി വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് അവരാരും ഒന്നും ചെയ്യാൻ വരാത്തതെന്ന് ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി ആണെങ്കിൽ എഴുന്നേറ്റ് വരുന്ന നോക്കുമ്പോൾ തന്നെ നമ്മുടെ ടേബിളിൽ കുറേ പൂവൊക്കെ കൊണ്ട് വെച്ചിരിക്കുകയാണല്ലോ. അതൊക്കെ ഇനി നമ്മുടെ രേവതിക്ക് കെട്ടാനുള്ളതാട്ടോ. ഇത് കാണുമ്പോൾ ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമ്മുടെ സച്ചിയും രേവതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രമതി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ആ, പൂകെട്ടും ബിസിനസ്സും ഒക്കെ പിന്നീട്, ആദ്യം എനിക്കൊരു ഗ്ലാസ് ചായ വേണമെന്ന് പറയാണ്. അങ്ങോട്ടേക്ക് സച്ചി എന്നിട്ട് പറയുന്നുണ്ട്, ആണോ, ഇത് എവിടുത്തെ നിയമമോ? ഇതിപ്പോൾ ബിസിനസ്സിന് കൂടുതൽ ഇമ്പോർട്ടൻ്റാണ് കൊടുക്കേണ്ടത്. അത് ഇവിടുത്തെ നിയമം. ഇതിപ്പോഴൊന്നും തുടങ്ങിയതല്ലല്ലോ, ഇത് പഴയത് തന്നെയാണ്. അന്ന് തൊട്ട് ഇങ്ങനെ തന്നെയാണ്. ഈ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി പൂകെട്ടും കച്ചവടവും ഒക്കെ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പുച്ഛിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചന്ദ്രമതി. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ, ഒരു നിയമം ഒരു വീട്ടിലുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ബാധകമാണ്. ഇവിടെ ഞാൻ ഇതുവരെ ബാക്കി ഇവിടെ രേവതി മാത്രമല്ലല്ലോ ഉള്ളത്, ബാക്കി 2 മരുമക്കളും കൂടി ഉണ്ടല്ലോ. അവരാരും ഇതുവരെ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്തിട്ടാണോ അവരുടെ ജോലിക്കൊന്നും പോകുന്നത്? ഈ ഡയലോഗൊന്നും അമ്മ അവരോടൊന്നും പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ഇവിടെ 2 ഉള്ളത്, ഒന്ന് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ടും ഒന്ന് ശബ്ദം കൊടുക്കാൻ വേണ്ടിയിട്ടും അല്ലേ നേരം വെളുത്ത് ഇറങ്ങി ഓടുന്നത്. ഇവർക്ക് ആർക്കും ഈ റൂളൊന്നും ഇല്ലല്ലോ. പിന്നെ നീ മാത്രം എന്തിനാ രേവതി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി അങ്ങോട്ടേക്ക് ചന്ദ്രമതിക്കുള്ള ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അത് ചന്ദ്രമതിയാണെങ്കിൽ മേടിച്ച് കുടിക്കുന്ന സമയത്ത്, സച്ചിയേട്ടാ അത് വിട്ടേരെ, ഇനിയിപ്പോൾ ഇതൊന്നും എനിക്കൊരു ബാധ്യതയായിട്ട് തോന്നുന്നില്ല. ഞാൻ ഈ ജോലികളെല്ലാം സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും കിച്ചണിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചിക്ക് നല്ല ദേഷ്യം വന്നിട്ട് കയ്യിൽ പിടിച്ചിട്ടിങ്ങനെ വലിച്ചു നിർത്തുന്നുണ്ട് രേവതിനെ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട് കേട്ടോ, രേവതി, നീ പണ്ടത്തെ സിനിമയിലേക്ക് വലിയ ഹീറോയിൻസ് കാണിക്കുന്നത് പോലെ വലിയ നന്മയൊക്കെ കാണിച്ചുകൊണ്ടേ നടക്കുന്നതുകൊണ്ടാണ് ഇവരെല്ലാം നിന്നെ വെച്ച് മുതലെടുക്കുന്നതെന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, പിന്നെ അവളെന്തോ ഇവിടെ വലിയ ഭാരമുള്ള പണിയല്ലേ ചെയ്യുന്നത്? രേവതി, അത്ര ഭാരമൊന്നും ഇല്ലാത്ത ജോലിയാണെങ്കിൽ അവരുടെ അടുത്ത് തന്നെ പോയി ജോലി ചെയ്യാൻ പറയുന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്രമതി ആണെങ്കിൽ നേരെ രേവതിയുടെ നേരെ തിരിഞ്ഞിട്ട്, എന്താടി നീ പോയി അവൻ്റെ അടുത്ത് വല്ല കുറ്റവും പറഞ്ഞു കൊടുത്തോ? ഇവിടെ നിന്നെ കൊണ്ട് വല്ല ജോലിയും ചെയ്യിക്കുന്നെന്നും പറഞ്ഞിട്ട്. ഞാനൊന്നും സച്ചിയേട്ടനോട് പറഞ്ഞിട്ടില്ലമ്മേ. സച്ചിയേട്ടൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറ, ഞാനത് ചെയ്തു വെക്കാം. എന്നിട്ട് സച്ചിയേട്ടൻ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കെന്ന് പറയുന്നുണ്ട്. ഓ, ഇവരെല്ലാവരും ഓരോരുത്തർ പറയുന്നതെല്ലാം ചെയ്യാൻ നിൽക്കുന്നുണ്ട്, അതിൻ്റെ കൂടെയാണോ ഇനി ഞാനും കൂടി പറയുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചി പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതിയാണെങ്കിൽ, അതെ, ഇങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടമൊക്കെ നോക്കി നിന്നാലേ സമയം പോവും. ശ്രുതിക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ശ്രുതിയുടെ ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് അവർക്ക് ഉണ്ടാക്കി വെക്കുക. അവർക്ക് ബിസിനസ്സൊക്കെ ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടതാണ് പുറത്ത്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് നീ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ സച്ചി ഇതെല്ലാം കേട്ടോണ്ട് പോയിട്ട്, സച്ചി പുറത്ത് പോയിട്ട് ഇതെല്ലാം കേട്ടോണ്ട് തിരിച്ചു വരികയാണ് കേട്ടോ. എന്നാൽ ഈ സമയം വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ, നമ്മുടെ രേവതിക്ക് ചെറിയ വിശേഷമൊക്കെ ഉണ്ട്.
അതിൻ്റെ ചെറിയ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയാണെങ്കിൽ സച്ചിയേട്ടാ പൊക്കോ സച്ചിയേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല രേവതി, ഇത് ഇങ്ങനെ വിട്ടാലേ വെറുതെ ആവില്ല. എന്തായാലും അവരും കൂടി അറിഞ്ഞതല്ലേ നിന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ടെന്ന്. എനിക്കൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. എന്നാൽ അവർ ഈ 3 പെറ്റതല്ലേ. എന്തായാലും നിന്നെ ഇങ്ങനെയാണോ രേവതി കാണേണ്ടത്? നിനക്ക് എന്തായാലും റെസ്റ്റൊക്കെ ആവശ്യമില്ലേ? ഏയ് അതൊന്നുമില്ല സച്ചിയേട്ടാ, ഞാൻ ജോലി ചെയ്യുമ്പോഴേ അത് നമ്മുടെ കുഞ്ഞിന് ഒരുപാട് നല്ല ആരോഗ്യം ഉണ്ടാവത്തേ ഉള്ളൂ എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി വീണ്ടും കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് രേവതിക്ക് അങ്ങ് വല്ലാതെ ഒരു സ്മെല്ലൊക്കെ അടിച്ചിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടാവുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയാണെങ്കിൽ ഈ സമയം റൂമിലേക്ക് റെഡിയാവാനായിട്ട് കയറി പോയിട്ടുണ്ട്. അങ്ങനെ രേവതി പെട്ടെന്ന് തന്നെ അവിടെ ഒന്ന് ഇരിക്കുകയാണ്. ഒരു തലകറക്കം പോലെയൊക്കെ തോന്നുന്നുണ്ടെന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്താടി നീ ഇപ്പൊ ഇരുന്നിട്ട് ഉറങ്ങാൻ പോവാണോ? ശ്രുതിക്കും ഇപ്പൊ പോകാനായിട്ട് സമയമാവെന്ന് അറിയില്ലേ? അവർക്ക് ഭക്ഷണം ഉണ്ടാക്ക്, പെട്ടെന്ന് തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. അമ്മേ എനിക്ക് എന്തോ ഒരു വല്ലായ്മ പോലെ, എനിക്കെന്തോ ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ. ഓ ഗർഭിണിയാണെന്ന് ഇങ്ങോട്ട് പറയുന്നതിനിപ്പുറം നിന്റെ അടവ് തുടങ്ങിയോ? ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതാ. പിന്നെ നീ ഈ ലോകത്തിലെ ആദ്യത്തെ ഗർഭിണിയൊന്നും അല്ലല്ലോ. അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന പറയുകയാണ്. എന്നാൽ നമ്മുടെ രേവതിക്കാണെങ്കിൽ വല്ലാണ്ട് ക്ഷീണമാവുന്നുണ്ട്. ചന്ദ്രമതി പറയുന്ന കേട്ടിട്ട് രേവതി വീണ്ടും എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ രേവതി ഛർദ്ദിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് ശബ്ദം കേട്ടോണ്ട് സച്ചി ഓടി വരുന്നുണ്ട് കേട്ടോ. എന്താ രേവതി, എന്താ നിനക്ക് പറ്റിയത്? അറിയില്ല സച്ചിയേട്ടാ, വോമിറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതാ രേവതി ഞാൻ പറഞ്ഞത്, നിന്നോടിപ്പോൾ കിച്ചണിൽ കയറണ്ടെന്നല്ലേ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ചെല്ലാം, ഇവിടെ ബാക്കിയുള്ളവരെ കൊണ്ടേ പണിയെടുപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സച്ചിയേട്ടാ വേണ്ട സച്ചിയേട്ടാ, എനിക്ക് ഇതൊന്ന് ഛർദ്ദിച്ച് ഒന്ന് ഇച്ചിരി വെള്ളം കുടിച്ചാൽ മാറിക്കോളൂന്നേ. ഞാൻ എല്ലാവർക്കും ഉള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കാന്ന് പറയാണ് കേട്ടോ. എന്നാൽ സച്ചിയാണെങ്കിൽ ബലം പിടിച്ചിട്ട് രേവതി അവിടെ നിർത്തുന്നുണ്ട്. രേവതി, ഇനി നമ്മുടെ കുഞ്ഞിന്റെ ആരോഗ്യമാണ് നമുക്ക് വലുത്. ഇത്രയും നാള് നീ എല്ലാവർക്കും ഓരോന്ന് ചെയ്തു കൊടുത്തു. അതിന് ഞാൻ വീണ്ടും ഒന്നും പറയാൻ പോയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൂടി നോക്കിയേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. സച്ചിയേട്ടാ അതെ രേവതി, ഇനിയിപ്പോൾ നീ കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഈ സമയം ചന്ദ്രമതിയാണ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അതെ ഇപ്പോൾ വർഷയും പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി വരും. ഇതുവരെ കാപ്പിയൊന്നും ആക്കിയില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അമ്മേ എനിക്കിന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് കേൾക്കുമ്പോഴേക്കും ഓ ഇനി ഇപ്പോഴേ ഈ പേരും പറഞ്ഞിട്ട് കയറിയങ്ങ് ഇരിക്കാമല്ലോ അല്ലേ? ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. ഞാൻ ഇഷ്ടം പോലെ ഗർഭിണികളെ കണ്ടിട്ടുള്ളതെന്ന് പറയുമ്പോഴേക്കും സച്ചിയങ്ങ് കാലി തുള്ളി ഇളങ്ങുകയാണ് കേട്ടോ. ദേ ഇത്രയും നാള് നിങ്ങൾ ഇവളെ വേലക്കാരിയെ പോലെ ഇട്ട് പണിയിപ്പിച്ചതൊക്കെ ഞാൻ അങ്ങ് കണ്ടില്ലെന്ന് നടിച്ചു. ഇനിയിപ്പോൾ ഇത് ഞാൻ അനുവദിക്കില്ല. ഇവിടെ ബാക്കിയുള്ള മരുമക്കളുണ്ടല്ലോ, അവരോട് മര്യാദയ്ക്ക് കയറി അടുക്കളയിൽ പണിയെടുത്തോളാൻ പറയണം. ഇല്ലെങ്കിലേ എൻ്റെ പല്ലടിച്ച് ഞാൻ വായിലിടുമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ വായി തോന്നിയതൊക്കെ സച്ചി അങ്ങ് പറയുകയാണ് കേട്ടോ. എന്നാ സച്ചിയേട്ടാ വേണ്ട സച്ചിയേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതെ നീ ഇത്ര തുള്ളാനും വേണ്ടി ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? ഇവിടെ ഉള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് നിന്റെ ഭാര്യ പണിയെടുക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടുകൊണ്ട് ശ്രീകാന്തും വർഷയും ശ്രുതിയും രവിയേട്ടനെ എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ, എന്താ ഇവിടെ ഒരു പ്രശ്നം? എന്നോട് ചോദിക്കാതെ അവനോട് ചോദിക്ക്, അവനാ ഇവിടെ കിടന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയാണ്. എന്താ സച്ചി, എന്താ ഇവിടെ? അച്ഛാ രേവതിക്ക് സുഖമില്ല, രേവതി പ്രഗ്നൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അതിനെന്താ, ഇപ്പോൾ അത് എല്ലാവരും ഇവിടെ ഒരുപാട് സന്തോഷിക്കുന്ന കാര്യമല്ലേ? ഇനിയിപ്പോൾ ഈ വീട്ടിലൊരു കൊച്ചു പേരക്കുട്ടിയും കൂടെ വന്നാലാണ് ഇവിടുത്തെ സന്തോഷം ഇരട്ടിയാവുള്ളൂ എന്നിങ്ങനെ അച്ഛൻ രവിയേട്ടൻ പറയുന്നുണ്ട്. അച്ഛാ ഇതിപ്പോൾ ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. ഇപ്പോൾ രേവതിക്ക് ചെറിയ സിംറ്റംസ് ഒക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രേവതിക്ക് നല്ല തളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ട്. ഇപ്പോഴും രേവതി തന്നെ കിച്ചണിൽ കയറിയിട്ട് പാചകം ചെയ്യണമെന്നാണ് അമ്മ പറയുന്നത്. ഒരു മനസാക്ഷി ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ ഇവരെ കൊണ്ട് എങ്ങനെയാ പറ്റുന്നത്? അത് ശരിയാണല്ലോ ചന്ദ്രേ, രേവതി മോക്ക് ഇപ്പോൾ നല്ല റെസ്റ്റൊക്കെ ആവശ്യമുള്ള സമയമാണ്. സച്ചി നീ ഇഷ്ടമുള്ള രേവതിക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ആ ഭക്ഷണങ്ങളൊക്കെ വാങ്ങി കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിയൊക്കെ ഒരു പുച്ഛത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ രവിയേട്ടൻ കൊള്ളാലോ, ഇവിടെ പിന്നെ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം ആരെ വെച്ച് വിളമ്പി തരുന്നത്? ഇവളെ അങ്ങനെ അങ്ങ് കയറ്റിയിരുത്താന്ന് ഓർത്ത് ഇരിക്കുവാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ എൻ്റെ പേരിൽ ഇനി ഇവിടെ ആരും പ്രശ്നം ഉണ്ടാക്കണ്ട, എനിക്കിപ്പോൾ വയ്യാഴിക ഒന്നുമില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ രവി പറയുന്നുണ്ട്, അല്ല രേവതി
ഇപ്പം എന്തായാലും നീ ഭക്ഷണം ഉണ്ടാക്കണ്ട ചന്ദ്രൻ. ഇവരെ വരുന്നതിന് മുമ്പ് തന്നെ നീയല്ലേ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ സഹായത്തിന് ശ്രുതിയും വർഷയും കൂടി വിളിച്ചോന്ന് പറയാണ്. അങ്ങനെ രവിയേട്ടനാണെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ടൊന്നും പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ സച്ചിയാണെങ്കിൽ രേവതിയും കൂട്ടിയിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. ഈ സമയം ശ്രീകാന്തും വർഷയും കൂടി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇനി എന്തായാലും നമ്മുടെ രേവതി ചേച്ചിക്ക് മാങ്ങയോ പുളിയോ മസാല ദോശയോ ഒക്കെ എന്താന്ന് വെച്ചാൽ വാങ്ങിക്കൊണ്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ ആണോ അങ്ങനെയൊക്കെ ഉണ്ട് വർഷേ എന്ന് ചോദിക്കുമ്പോൾ ആന്നേ അങ്ങനെയൊക്കെ ഉണ്ട്, ഗർഭിണിയായിരിക്കുമ്പോഴേ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയാണെങ്കിൽ എല്ലാവരെയും കാണാതെ നമ്മുടെ രേവതിക്കാണെങ്കിൽ മസാല ദോശയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് റൂമിലിരുത്തി ഭാര്യയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ സച്ചി വരുന്ന സമയത്തൊക്കെ ചന്ദ്രമതി ആണെങ്കിൽ അവരുടെ റൂമിലൊക്കെ പോയി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല കേട്ടോ. പിന്നെ ചന്ദ്രമതിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്തായാലും അവർക്ക് ആ കുടിയനും ആ പൂ കെട്ടുന്നവർക്കും എന്തായാലും ഇവിടെ ഒരു കുഞ്ഞ് ആദ്യത്തേത് ജനിക്കാൻ പാടില്ല. എൻ്റെ ശ്രുതിക്ക് തന്നെയാണ് അച്ചമ്മയുടെ സ്വത്തും ഇവിടുത്തെ ആദ്യത്തെ കുഞ്ഞും എൻ്റെ ശ്രുതിയുടെ വയറ്റിൽ തന്നെയാവണം ഒരു കുഞ്ഞ് ആദ്യം ഉണ്ടാവുന്നതെന്നൊക്കെ നമ്മുടെ ചന്ദ്രമതി തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏത് വിധേനയും നമ്മുടെ രേവതിനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ചന്ദ്രമതി ഓരോ അവസരത്തിലും. എന്നാൽ സച്ചിയില്ലാത്ത സമയത്തൊക്കെ ചന്ദ്രമതി ആണെങ്കിൽ മാക്സിമം ജോലികളൊക്കെ എടുപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതിയെ കൊണ്ട്. അങ്ങനെ വീട്ടിൽ മറ്റാരുമില്ല. രേവതിക്ക് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ രേവതിയും ചന്ദ്രമതിയും മാത്രമാണ് കേട്ടോ വീട്ടിലുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും പോയി. ഉച്ചക്കത്തേക്കിനുള്ള ഫുഡൊന്നും റെഡി ആയിട്ടില്ല. ശ്രുതിയും എല്ലാവരും വർഷയൊക്കെ ജോലിക്കായിട്ട് പുറത്തേക്ക് പോയി. സച്ചിയാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് നമ്മുടെ രേവതിക്ക് തീരെ വയ്യ, നല്ല ക്ഷീണമുണ്ട്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതിയാണെങ്കിൽ കിച്ചണിൽ കയറിയിട്ട് ഇനി എല്ലാവർക്കും പാചകം ചെയ്യണമല്ലോ. പെട്ടെന്ന് തന്നെ ചന്ദ്രമതിയാണെങ്കിൽ അവിടെ കിടന്നിട്ട് ഇങ്ങനെ അയ്യോ അമ്മേന്ന് വിളിച്ച് പോവാണ് കേട്ടോ. അപ്പോഴേക്കും രേവതിയാണെങ്കിൽ ഇത് കേട്ടിട്ട് എഴുന്നേറ്റ് വരാനും വയ്യ വരാതിരിക്കാനും വയ്യാത്ത ഒരവസ്ഥയിലാണ്. രേവതിക്ക് ഒട്ടും വയ്യ. അങ്ങനെ രേവതി എഴുന്നേറ്റ് പതുക്കെ താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ അമ്മേ എന്താ പറ്റിയത്? കണ്ടില്ലേ എനിക്ക് ഒട്ടും വയ്യ, അയ്യോ അമ്മേന്ന് വിളിച്ചിട്ട് കരയാ. അമ്മേ എന്താ ചൂടുവെള്ളം വല്ലതും വേണോ? എനിക്ക് നടുവിനൊക്കെ വേദന, എനിക്ക് ഇച്ചിരി ചൂടുവെള്ളവും വേണം, നീ പെട്ടെന്ന് വന്ന് എടുത്തോണ്ട് വാ, എനിക്ക് വിശന്നിട്ടും വയ്യ, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി താന്നൊക്കെ പറയാണ് കേട്ടോ. അമ്മേ എനിക്ക് പറ്റുന്നില്ല അമ്മേ. എന്നാ പിന്നെ നീ പോയി കിടന്നോ, എനിക്ക് വയ്യേ, അയ്യോ അമ്മേന്ന് വിളിച്ചിട്ട് ചന്ദ്രമതി ഇങ്ങനെ കാറിക്കൊണ്ടേ ഇരിക്കാണ് കേട്ടോ. അമ്മ സമാധാനമായിട്ട് ഇരിക്കുക, ഞാൻ വെള്ളം വെച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയാണെങ്കിൽ വയ്യാണ്ട് പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ഒളിഞ്ഞു വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രമതി നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി ആണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ചന്ദ്രമതി വീണ്ടും അയ്യോ അമ്മയെ വെച്ചിട്ട് കിടക്കുകയാണ്. അങ്ങനെ വീണ്ടും രേവതി ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്ത് വയ്യാണ്ട് ക്ഷീണിച്ചാണ് കേട്ടോ പോയി കിടക്കുന്നത്. ഇങ്ങനെ ഓരോ അവസരത്തിലും ചന്ദ്രമതി ആണെങ്കിൽ മാക്സിമം രേവതിയെ കൊണ്ട് രേവതി ഇന്ന് വീടൊന്ന് തുടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം ചൂലൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് എല്ലാം വൃത്തിയാക്കണമെന്ന് പറയുകയാണ്. അമ്മേ സാരമില്ല ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് രേവതിയാണെങ്കിൽ വീടെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ റൂം തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മോളെ എന്താ നീ കാണിക്കുന്നത്? അല്ലമ്മേ അല്ലച്ച അമ്മയ്ക്ക് തീരെ സുഖമില്ല, പിന്നെ ശ്രുതിയും വർഷം ഇവിടെ ഇല്ലല്ലോ, ഇപ്പോൾ ഞാനിതൊന്ന് വൃത്തിയാക്കാം. അയ്യോ മോളെ ഈ സമയത്ത് ഇതൊന്നും ചെയ്യില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ രവിയേട്ടൻ പറയുമ്പോഴേക്കും സാരമില്ല അച്ഛാ കുഴപ്പമില്ല, മോളിങ്ങും കൊണ്ടാ ഞാനത് ചെയ്തോളാം. അയ്യോ അച്ഛന് സുഖമില്ലാത്തല്ലേ എന്നിങ്ങനെ രേവതി ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ആരോഗ്യം ഒന്നുമല്ല നോക്കേണ്ടത്, മോളുടെ വയറ്റിലേ ഇപ്പോൾ ഒരു കുഞ്ഞും കൂടിയുണ്ട്, അപ്പോൾ മോളുടെ ബോഡി ഒരുപാട് വീക്കായാൽ അതൊക്കെ പ്രശ്നങ്ങളാവുന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്കും ഒരു സമാധാനമാണ് കേട്ടോ. മോൾ എന്തായാലും അവിടെ ഇട്, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് രവിയേട്ടൻ തന്നെ പിടിച്ചിട്ട് അതൊക്കെ വൃത്തിയാക്കി ഇടുന്നുണ്ട്. അങ്ങനെ രേവതി പോയി കിടക്കുകയാണ്. ഈ സമയം സച്ചിയാണെങ്കിൽ വരുന്നുണ്ട് കേട്ടോ. സച്ചിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഒരു കുഞ്ഞ് വരുന്നതെന്ന്, എന്തൊക്കെ ചെയ്യണമെന്ന് അറിയത്തില്ല. രേവതി ഞാൻ നിനക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ വേണ്ടിക്കൊണ്ട് വന്നതെന്ന് നോക്കി, ഇത് മൊത്തം തിന്ന് തീർക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ. സച്ചിയേട്ടാ എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല, പിന്നെ
സച്ചിയേട്ടനിപ്പോൾ സച്ചിയേട്ടൻ്റെ കുഞ്ഞ് വരാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങനെ കുത്തി നിറച്ച് കഴിക്കാനൊന്നും പറ്റില്ല എന്ന് പറയണ്ടോ. അതൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞിനെ ഇഷ്ടമുള്ളതെല്ലാം കഴിക്കണം. ഇതേ നിനക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ ഇങ്ങനെ ഓറഞ്ചൊക്കെ എടുത്തിട്ട് പൊളിച്ച് കൊടുത്ത് ഇങ്ങനെ രേവതിയെ തീറ്റിക്കുകയാണ് കേട്ടോ. എന്നാൽ ചന്ദ്രമതിക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല. അപ്പോഴേക്കും ചന്ദ്രമതി വീണ്ടും രേവതി ഇങ്ങ് വാന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതി എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്ന സമയത്ത് സച്ചിയാണെങ്കിൽ അതെ അവിടെ ഇരിക്കുക, കുറച്ച് നേരം അവിടെ കിടന്ന് വിളിക്കട്ടെ. അയ്യോ അമ്മയല്ലേ സച്ചിയേട്ടാ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി എണീറ്റ് ചെല്ലുന്നുണ്ട്. ഈ സമയം അതെ രേവതി എനിക്ക് നല്ല സുഖമില്ല, എനിക്ക് ഒരു ഗ്ലാസ് കടുങ്കാപ്പി വേണമെന്ന് പറയാണ്. അങ്ങനെ രേവതി പോയിട്ട് കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കൊടുക്കുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട് അതെ ഇതൊക്കെ അവരുടെ അടവാണ്, നിന്നെ കൊണ്ട് വെറുതെ ജോലി ചെയ്യിപ്പിക്കാൻ അതൊന്നും സാരമില്ല സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ രേവതി പോയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ആകുമ്പോഴത്തേക്കിനും എല്ലാവരും ഭക്ഷണമൊക്കെ രേവതി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് വന്നിരിക്കുന്ന സമയത്ത് ചന്ദ്രയാണെങ്കിൽ രേവതിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. രേവതി വന്ന് എല്ലാവർക്കും ഭക്ഷണം വിളമ്പെന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് അമ്മേ എനിക്ക് നല്ല തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും വർഷ വന്നിട്ട് പറയുന്നുണ്ട് അതെ രേവതി ചേച്ചിക്ക് സുഖമില്ലെങ്കിൽ കിടന്നോട്ടെ, ഞാൻ വിളമ്പി കൊടുത്തോളാം എല്ലാവർക്കും. അതെ അയ്യോ വർഷയൊന്നും ഇവിടെ ആർക്കും ഭക്ഷണം വിളമ്പണ്ട, അവക്കിപ്പോൾ വന്നിട്ട് ഇവിടെ ഒന്ന് വിളമ്പി കൊടുത്തെന്നും പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ, ഇങ്ങോട്ട് വന്ന് ഭക്ഷണം വിളമ്പെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയും വന്നിട്ട് ടേബിളിൽ ഇരുന്നിട്ടുണ്ട്. ആൻറ്റി വിശന്നിട്ട് വയ്യ, ഇവിടെ കഴിക്കാനൊന്നുമില്ലെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് രേവതിയാണെങ്കിൽ ഒട്ടും വയ്യാണ്ട് അവിടെ കിടക്കുകയാണ്. എന്നാൽ രേവതി പറയുന്നുണ്ട് അമ്മേ ഞാൻ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി അവിടെ വെച്ചിട്ടില്ലേ, എനിക്കിപ്പോൾ ഭക്ഷണത്തിൻ്റെ മണമൊക്കെ അടിക്കുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഓ അതെന്തെങ്കിലും നീ വലിച്ചു വാരി ആരും ഇല്ലാത്ത സമയത്തെ അടുക്കളയിൽ നിന്ന് തിന്നിട്ടായിരിക്കും, അല്ലാണ്ട് ഇതുപോലൊരു ഗർഭിണിയായെന്നും പറഞ്ഞ് ഇത്രയ്ക്കൊന്നും ആർക്കും ഉണ്ടായില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. എന്നാൽ രേവതി നല്ല ബോൾഡായിട്ട് തന്നെ തിരിച്ച് മറുപടി പറയുന്നുണ്ട് അമ്മേ ഇത്രയും നാള് ഞാൻ ഇതെല്ലാം സഹിച്ചു, പക്ഷെ എൻ്റെ വയറ്റിലിപ്പോൾ ഒരു കുഞ്ഞുണ്ട്, ഞാൻ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ വന്നത്, എനിക്ക് ഭക്ഷണം വയ്ക്കാൻ വേണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് രേവതി ആണെങ്കിൽ റൂമിലേക്ക് അങ്ങ് കയറി പോവാണ്. അപ്പോഴേക്കും രവിയും വരുന്നുണ്ട്. എന്താ ചന്ദ്രേ എന്താ ഇവിടെ? അതേ ഇവിടെ ഇപ്പോൾ ഒരു പുതിയ ഗർഭിണി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ അവൾക്ക് ഭക്ഷണമൊന്നും ആർക്കും വിളമ്പി കൊടുക്കാനും വയ്യത്രേ. അവളിപ്പോൾ എല്ലാവരും ആരും ഇല്ലാത്ത സമയത്തെ അവൾ വന്നിട്ട് വയറ് നിറച്ചങ്ങ് ഭക്ഷണം കഴിച്ചിട്ട് പോവും. ഇവിടെ പിന്നെ ബാക്കി ആരെങ്കിലും കഴിച്ചാലെന്താ ഇല്ലേലെന്താ, അവക്കൊന്നും അറിയണ്ടല്ലോ എന്ന് പറയാണ് കേട്ടോ. ചന്ദ്രേ നീ ഇങ്ങനെ തുടങ്ങരുത്, നിന്റെ കൊച്ചു പേരക്കുട്ടിയാണ് ഇനി വരാൻ പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ പുച്ഛത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. നീ വേണം രേവതി മോളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ടത് ചെയ്യാന്, മോക്കെ ഇപ്പോൾ വേണ്ടതൊക്കെ ഇഷ്ടമുള്ളതെല്ലാം നീ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഇത് കേൾക്കുന്ന ശ്രുതിക്കൊക്കെ അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. അപ്പോഴേക്കും അതെ ശ്രുതി പോയി ആഹാരം വിളമ്പി കൊടുക്കുക എല്ലാവർക്കും എന്നിങ്ങനെ രവി പറയുന്ന സമയത്ത് അയ്യോ അമ്മേ ആൻറ്റി ഞാനോ ഒന്ന് ചോദിക്കാണ് കേട്ടോ. ശ്രുതിയൊന്നും വിളമ്പണ്ട എന്നിങ്ങനെ ചന്ദ്ര പറയുന്ന സമയത്ത് അതെന്താ ചന്ദ്ര ശ്രുതി വിളമ്പിയാൽ ശ്രുതി പോയി ഭക്ഷണം എടുത്ത് എല്ലാവർക്കും വിളമ്പി കൊടുക്കുമെന്ന് പറയുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ശ്രുതിയെ നോക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ തലകുനിച്ചിരിക്കുകയാണ് കേട്ടോ. അതച്ചാ ശ്രുതിക്ക് നീ ഒന്നും പറയണ്ട എന്ന് പറയുമ്പോഴേക്കും വർഷയ്ക്കും ശ്രീകാന്തിനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയെ കൊണ്ട് അന്ന് രാത്രിയിൽ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പിക്കുന്നുണ്ട്. എന്നിട്ടേ എല്ലാവരും ഭക്ഷണം കഴിച്ച് പാത്രം കൂടി ശ്രുതി കഴുകി വെച്ചിട്ട് പോയാൽ മതിയെന്ന് രവിയേട്ടൻ പറയാണ് കേട്ടോ. വർഷയും കൂടെ കൂടിക്കോന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിവൃത്തിയില്ലാതെ കിച്ചണിൽ കയറിയിട്ട് അവരെല്ലാവരും പാത്രമൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട് മോനെ സച്ചി രേവതിക്ക് എന്താന്ന് വെച്ചാൽ നീ പോയിട്ട് ഭക്ഷണം കഴിപ്പിച്ച് വേണം കിടത്താൻ, ഇനിയിപ്പോൾ രേവതിയുടെ മേലെ എപ്പോഴും ശ്രദ്ധ വേണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് ഇല്ലാതാക്കണമെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഭാമയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതെ ഇപ്പോൾ വീട്ടിൽ പണിയൊന്നും അവൾക്ക് ചെയ്യാൻ വയ്യ, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ മതിയാവും എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട് എന്താ ചന്ദ്ര നീ പറയുന്നത്, നിന്റെ പേരക്കുട്ടിയല്ലേ വരാൻ പോകുന്നത്, അതിന് നീ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതെ എൻ്റെ ശ്രുതിയുടെ കുഞ്ഞാണ് ആദ്യം വരേണ്ടതെന്ന് ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. ഈ സമയം അച്ചമ്മ നമ്മുടെ രേവതിനെ വിളിക്കുന്നുണ്ട്. അതെ ഞാൻ അറിഞ്ഞു വിശേഷങ്ങളൊക്കെ, എൻ്റെ പേരക്കുട്ടി വരാൻ പോലെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്.
അങ്ങനെ അപ്പോൾ അച്ചമ്മയോട് സച്ചിയും പറയുന്നുണ്ട് കേട്ടോ, അച്ചമ്മ എന്തായാലും അച്ചമ്മ വരണം. ഇപ്പോൾ രേവതിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും അച്ചമ്മ തന്നെ വേണം നോക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അച്ചമ്മനെ തന്നെ വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചമ്മ വന്നിട്ട് ബാക്കി നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നല്ല ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളാണ്. അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.